പൃഥ്വിരാജിനെ ഉന്നം വെച്ച് ക്യാമ്പയിൻ നടക്കുന്നെന്ന് പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ. ചിലർ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പൃഥ്വിരാജിനെയും കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഫാൻസ് അസോസിയേഷൻ പ്രതികരിക്കുന്നു. അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. അമൽനാഥ്, ഇപ്പോൾ നടക്കുന്ന ചില ഇടപെടലുകളുടെ കൂടി പശ്ചാത്തലത്തിൽ വന്ന പ്രതികരണമാണ്. എന്താണ് പൂർണ്ണമായ വിശദാംശങ്ങൾ? അഷിത, പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പൃഥ്വിരാജിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ഈ സംഘടനയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്നും ഈ ഒരു സംഘടന ഇവിടെ നിലനിൽക്കുന്നു എന്ന് തുടങ്ങുന്ന രീതിയിലായിരുന്നു ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ കുടുംബത്തെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകനെയും നടനെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ സിനിമകളും ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പല സിനിമകളിലും ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും സിനിമയെ സിനിമയായി കാണുവാനും സാധിക്കണമെന്നും ഈ ഒരു കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് മേജർ രവിയെക്കുറിച്ചും ഈ ഒരു കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ, അതായത് സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ട വ്യക്തിയാണ് ഈ മേജർ രവി. ആ ഒരു സമയത്ത് ഈ ഒരു സിനിമ മലയാള ചരിത്രത്തിൽ വലിയ ഒരു തരംഗമുണ്ടാക്കും എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സിനിമ റിലീസായതിനു ശേഷം അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിൽ വരുന്നു, സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള അപവാദങ്ങൾ പറയുന്നു, രാജ്യവിരുദ്ധമാണ് ഈ സിനിമ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നു. ഇദ്ദേഹം ഓന്തിനെ പോലെയാണ് എന്നാണ് ഈ ഒരു കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അടക്കമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ സിനിമ വലിയ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി 24ഓളം സീനുകളൊക്കെ റീ എഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഈ സിനിമ വലിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലും സിനിമയെ കാണാൻ വേണ്ടി പഠിക്കണം എന്ന ഒരു ആഹ്വാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പൃഥ്വിരാജിന്റെ ഫാൻസ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.